Good morning. Good morning. കേൾക്കുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണ് നമ്മള് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ പ്രിവെന്റീവ് മെത്തേഡുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? പ്രിവെൻഷൻ ഏതൊക്കെയാ പറഞ്ഞത്? സാനിറ്റേഷൻ പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഐസൊലേഷൻ പറഞ്ഞു, ഹാൻഡ് വാഷിംഗ് പറഞ്ഞു, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അഡീഷണൽ പ്രിക്കോഷൻസ് പറഞ്ഞു, ആറാമത്തെ കേട്ടോ. അഡീഷണൽ പ്രിക്കോഷൻസിൽ എയർബോൺ പ്രിക്കോഷൻസ് പറഞ്ഞു. എയറിൽ കൂടെ ഇൻഫെക്ഷൻസ് ഒക്കെ പകരുന്നത് നമുക്ക് പകരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ ചെയ്യാൻ പറ്റും? അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ. ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കേട്ടോ. ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ 9th ചാപ്റ്റർ ആട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, കുറച്ചായി കയറിയിട്ട് ദേവിക. ഓക്കെ, കുഴപ്പമില്ലടാ, ഇത് എളുപ്പമുള്ള ചാപ്റ്റർ. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ക്ലാസ് മിസ്സായെന്ന് വെച്ച് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ വരില്ലേ, അവധി കിട്ടൂലേ? അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ക്ലാസ്സുകളൊക്കെ കയറി കാണാം കേട്ടോ. പറ്റുന്നതിന്റെ അനുസരിച്ച് കയറി കാണാൻ നോക്കാം. അപ്പൊ പിന്നീട് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇന്നത്തെ ചാപ്റ്ററുകളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും തന്നെ എളുപ്പമുള്ളതാണ്. പിന്നെ കുറച്ച് ടഫ് വന്ന് തേർഡ് ഫോർത്ത് മോഡ്യൂളാണ്. ടഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ചും കൂടി വായിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന കുട്ടികൾക്ക് നമുക്ക് എന്താ പറയാ എന്തായാലും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ രീതിയിൽ ചാപ്റ്ററുകൾ അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മള് ക്ലാസ്സിൽ എടുക്കുമ്പോ ഒക്കെയാണ്, പിന്നെ വായിച്ചില്ലെങ്കിൽ അത് മറന്നു പോകും. അത് നിങ്ങളത് പ്രത്യേകം അത് തേർഡ് ഫോർത്ത് മോഡ്യൂളിലേക്ക് വരുമ്പോ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് എടുക്കുന്നത്. എന്തായാലും വായിച്ച് തന്നെ വെക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, നമുക്ക് അവിടെ എത്തുമ്പോ നമുക്കത് പറയാം. നോക്കി, നമ്മൾ എയർബോൺ പ്രിക്കോഷൻസ് ആണ്, വേറെ ഒന്നല്ല. ദേവിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് തന്നെ പറഞ്ഞ കേട്ടോ. വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ളത് തന്നെ, വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റർ ആട്ടോ. ഇനി നോക്കി, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ്സ് ഇവിടെ വായുത്തുള്ളികളിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ പറ്റും, അതിനെ എതിരായിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? ഫസ്റ്റ് നോക്കി, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. ലഭ്യമാണെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം അല്ലെ? അപ്പൊ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല, നമുക്ക് ഇൻഫെക്ഷൻ അങ്ങനെ പകരില്ല അല്ലെ? പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. അതിനെതിരെ ഒരു മുൻകരുതലാണ് പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കുക എന്നുള്ളത് കേട്ടോ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് അവൈലബിൾ. എയർബോൺ പ്രിക്കോഷന്റെ നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻഡിവിജ്വൽ റൂം കൊടുക്കാൻ പറഞ്ഞു അല്ലെ. ഇനി രണ്ടാമത് നോക്കി, സ്റ്റാൻഡർഡൈസ്ഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ്റ്റ് മാസ്ക്. ഗോസ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ നെയ്തെടുത്ത മാസ്കുകളാണ് കേട്ടോ. അതിന് പകരം അത് അത്ര ഇതല്ല അല്ലെ, തുണിയുടെ മാസ്കുകളൊക്കെ അത്ര ഇതല്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് വെച്ചാൽ ഓരോ തുണിയും എന്താ പറയാ ഈ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കണികകളെ പോലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ളത് അല്ലെ. have to block the particles, smaller particles, ചെറിയ ചെറിയ കണികകളെ പോലും തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് മാസ്കുകളാണ്. ഇപ്പൊ നമ്മള് സാധാ മാസ്ക് N95 മാസ്ക് ഒക്കെ വ്യത്യാസമില്ലേ, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആണ്. സർജിക്കൽ മാസ്കുകൾ N95 പോലുള്ള നല്ല മാസ്കുകൾ ധരിക്കുക എന്നുള്ളത് കേട്ടോ. ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ ഒരു കുഞ്ഞു സെന്റൻസ് വിട്ടിട്ട്, സെന്റൻസ് അല്ല വേർഡ് മിസ്സായിട്ടുണ്ട്, ഒന്ന് ബാക്കി എഴുതി ചേർത്ത് അവിടെ. സ്റ്റാൻഡേർഡ്സ് ഫോർ സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ,
ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ആളുകള്, സ്റ്റാഫുകള് എന്ത് ധരിക്കണം? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ധരിക്കണം. അപ്പൊ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വരുന്ന ഇൻഫെക്ഷനെ നമുക്ക് തടയാൻ പറ്റും അല്ലെ? മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. അടുത്ത് നോക്കിയേ, പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾ. പിന്നെ അടുത്തൊരു കാര്യമാണ്, പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം. അതായത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നിയാസം ഇറങ്ങി നടക്കാനൊന്നും അനുവദിക്കരുതെന്ന് കേട്ടോ. Patient is directed to wear a standard surgical mask whenever he or she leaves the room. അവരിനി അഥവാ അവർക്ക് റൂമിൽ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ആവശ്യത്തിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും എന്താ മാസ്കുകള്, എങ്ങനെയുള്ള മാസ്ക് വേണം? സ്റ്റാൻഡേർഡ് മാസ്കുകൾ അല്ലെ, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകള് ധരിക്കാൻ പറയണം. ക്ലിയർ ആയോ? 3 പോയിന്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം. പേഷ്യൻസിനോട് അഥവാ റൂം വിട്ട് പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയണം. ഓക്കെ, നിർദ്ദേശിക്കണം, ആ രീതി പറയണം. ഇനി അടുത്ത് നോക്കിയ കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇനി കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻ വരുന്നതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? ഇതും ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. മറ്റാളുകളുമായിട്ട് സമ്പർക്കം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് റൂം കൊടുക്കാം. പേഷ്യന്റിന് ലഭ്യമാണെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ ആ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദ റൂം. അടുത്തൊരു കാര്യം, ഈ സ്റ്റാഫുകൾ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഗ്ലൗസുകൾ ധരിക്കണം. നേരിട്ട് കോണ്ടാക്ട് വരുമല്ലോ അല്ലെ? പേഷ്യന്റിനെ പിടിക്കുമ്പോൾ നേരിട്ട് കോണ്ടാക്ട് വരൂല. സ്റ്റാഫും പേഷ്യന്റും തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി സ്റ്റാഫുകള് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. Staff should wear a gown during patient contact or contact with a contaminated surface or material. Contaminated ആയിട്ടുള്ള ഒരു സർഫസ്, ഒരു ഉപരിതലം അല്ലെങ്കിൽ മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താ ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാഫുകൾക്ക് ഗൗൺ ധരിക്കാം അല്ലേ? ഗൗണും ഗ്ലൗസുകളും ധരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റ് കോണ്ടാക്ട്. പേഷ്യന്റിനെയൊക്കെ പിടിക്കണമല്ലോ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിനെ പിടിക്കേണ്ടി വരും അല്ലെ? പേഷ്യന്റിനെയൊക്കെ ഡയറക്റ്റ് പിടിക്കാതെ ഗൗണുകൾ ധരിക്കുക. പിന്നെ അതുപോലെ കയ്യിലാണെങ്കിലും ഗ്ലൗസുകളൊക്കെ ധരിക്കുക. തേർഡ് പോയിന്റ് നോക്കിയാൽ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് മുന്നും ശേഷവും എന്ത് ചെയ്യണം? നന്നായിട്ട് കൈ കഴുകണം. ഹാൻഡ് വാഷിങ് ഇങ്ങനെയുള്ള ഈ ഇൻഫെക്ഷൻ ഒക്കെ പകരാതിരിക്കാൻ, സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു നല്ലൊരു മാർഗമല്ലേ? നമ്മൾ പഠിച്ചില്ലേ അല്ലെ? പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. പേഷ്യന്റിനെ പിടിക്കുന്നതിന് മുന്നും ശേഷവും ഒക്കെ നന്നായിട്ട് കൈ കഴുകുക. അടുത്ത് നോക്കിയേ, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് ലിമിറ്റ് ചെയ്യുക അല്ലെ? പുറത്തേക്കൊന്നും, ഔട്ട്സൈഡ് ദ റൂം, റൂമിന്റെ വെളിയിലേക്കൊക്കെ ഒന്നും പോകാതെ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് പരിമിതപ്പെടുത്തണം, ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന്റെ പുറത്തേക്കൊക്കെ പോകാതെ പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആന്റി മൈക്രോബിയൽ സർഫസ് അല്ലെ? നമ്മുടെ ഈ ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാ ഇതും എന്താ പറയാ, ഈ സർഫസ്, ഒരു ഉപരിതലങ്ങളൊക്കെ എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? മൈക്രോബ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ? നമുക്കിപ്പോ നമ്മൾ പറഞ്ഞു ബെഡിന്റെ റെയില്, ബെഡിന്റെ കൈപ്പിടികള് അല്ലെ, ഡോറിന്റെ നോബ്, നമ്മൾ ഉപയോഗിക്കുന്ന ചെയർ ഒക്കെ എന്താ പറയാ, മേശ, ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും അല്ലെ? നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ഒരു മൈക്രോബ്സ്, സൂക്ഷ്മ അണുക്കളില് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഫ്രീ ആക്കണം അല്ലെ? ആന്റി മൈക്രോബിയൽ സർഫസ്, മൈക്രോബ്സ് ഇല്ലാത്ത ഒരു ഉപരിതലം നമ്മൾ റെഡിയാക്കണം. ഓക്കെ, ടച്ച് സർഫസസ് നോർമലി ഫോൺ ദ ഹോസ്പിറ്റൽ റൂംസ്. ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന സാധാരണയായിട്ടുള്ള നമ്മുടെ പിടിക്കുന്ന അല്ലെങ്കിൽ ടച്ച് സർഫസ് ഏതൊക്കെയാ? സച്ച് ആസ് ബെഡ് റെയിൽ, ബെഡിന്റെ കൈപ്പിടി, ബെഡിന്റെ വശങ്ങളില്ലേ കൈപ്പിടി ഇല്ലേ, അത്. അടുത്ത് നോക്കിയേ, കോൾ ബട്ടൺ.
ബട്ടണിലെ നമ്മള് സ്വിച്ചൊക്കെ കോൾ ബട്ടൺ നേഴ്സിനെയൊക്കെ വിളിക്കാനും ലൈറ്റിന്റെ ഫാനിന്റെ ഒക്കെ ബട്ടണുകളില്ലേ, ഈ കോൾ ബട്ടൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേഴ്സിനെയൊക്കെ വിളിക്കാനുള്ള ബട്ടണുകള്, പിന്നെ ടച്ച് പ്ലേറ്റുകള്, ചെയറുകള്, ഡോറിന്റെ ഹാൻഡിലുകള്, ലൈറ്റ് സ്വിച്ചസ് പ്രത്യേകം പറയുന്നുണ്ട്, ലൈറ്റിന്റെ സ്വിച്ച്. ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞ കൈപ്പിടി ആട്ടോ, നമ്മൾ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കൂലേ, ഇപ്പൊ തന്നെ നടക്കാൻ പറ്റാത്ത പേഷ്യൻസിന് സപ്പോർട്ട് ചെയ്ത് പോലെ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ പോലെയില്ലേ, അങ്ങനെയുള്ളത് ഗ്രാബ് റെയിൽസ്. ഇൻട്രാവീനസ് പോൾസ്, IV പോള്, അതായത് നമുക്ക് എന്താ പറയാ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ് ഇല്ലേ, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന ക്ലിപ്പ് ഇടുന്ന സ്റ്റാൻഡില്ലേ, ഗ്ലൂക്കോസ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ്, ആ ഇതൊക്കെ ഡിസ്പെൻസറീസ്, ആൽക്കഹോൾ, ജെൽ, പേപ്പർ, ടവൽ, സോപ്പ്, പിന്നെ അതുപോലെ ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടർ ആൻഡ് ടേബിൾ ടോപ്സ് ആർ നോൺ ടു ബി കൺടാമിനേറ്റഡ്. ഇതെല്ലാം എന്താ കൺടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മൈക്രോബ്സിന് ഇരിക്കാനുള്ള ഉറവിടങ്ങളാണ്. ഇവിടെയൊക്കെ നമുക്ക് മൈക്രോബ്സ് ഉണ്ടാക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, touch surfaces in hospital room can act as a source of research. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ടച്ച് സർഫസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ കാര്യങ്ങളെല്ലാരും എന്താണ് ഒരു ഇൻഫെക്ഷന് സാധ്യതയുള്ള സോഴ്സ് അല്ലെങ്കിൽ റിസർവെയർ, ഒരു ഉറവിടങ്ങളാണ്. Then for the spread of bacteria from the hands of healthcare workers and visitors to patient, healthcare workersന്റെ വരുന്ന വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ ആ പേഷ്യന്റിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഉറവിടങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അല്ലെ. ഇപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള നമ്മളെ കാണാൻ ഒരാൾ വന്നു, അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെ, അയാള് പിടിച്ചു നമ്മുടെ ഈ ബെഡ്റയില് അല്ലെ, നമ്മുടെ ബെഡിന്റെ കയ്യില് ആ കൈപ്പിടിയിൽ അയാള് പിടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളും അവിടെ പിടിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് ആ ഒരു ബെഡ്റയിലിൽ കൂടെ അല്ലെ, ആ കൈപ്പിടിയിൽ കൂടെ നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെ, പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാം ആ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ വരുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ പേഷ്യന്റിലേക്കൊക്കെ എന്ത് വരാം, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള സർഫസുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മള്, സോ keep the surface free of microorganisms. അപ്പൊ ഈ സർഫസുകളൊക്കെ നമ്മൾ എന്താക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. നമ്മളൊക്കെ ചെയ്യാറില്ലേ, ഈ കൊറോണയൊക്കെ വന്നപ്പോ നമ്മളൊക്കെ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഫോണ് ഇങ്ങനെയുള്ള ടേബിള് സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തുടച്ചില്ലേ, മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കിയില്ലേ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നേ, നമ്മള് എങ്ങനെ കീപ്പ് ചെയ്യണം, ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം അല്ലെ, അതായത് ജെൽ ഫ്രീ ആക്കണം. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ ആണോ പാരഗ്രാഫ്? ഓക്കെ, ഇത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ടച്ച് സർഫസുകൾ, ഹോസ്പിറ്റലിലെ ടച്ച് സർഫസുകൾ എല്ലാവരും ഈ മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് ആണോ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ അടുത്തുനിന്നോ ഈ നമ്മൾ കാണാൻ വരുന്ന വിസിറ്റേഴ്സിന്റെ അടുത്തുനിന്നോ ഈ ഒരു ഒബ്ജക്ട്സിൽ കൂടെ ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെ. അപ്പൊ ഈ സർഫസുകൾ എല്ലാം എന്താക്കി വെക്കണം, നമ്മള് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം അല്ലെ, ഫ്രീ ആക്കി മാറ്റണം. അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. Infection control committee. Infection control എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എന്താ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പൊ അവര് ഇങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാം, അപ്പൊ നമുക്ക് അതിനെ തടയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, ഇതൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. Okay, infection component of the patient safety program of the healthcare facility and is liable. Which is the badida. For establishing and maintaining infection prevention and control, it's monitoring. Monitoring is nirishikida, reporting, research
ആൻഡ് എഡ്യൂക്കേഷൻ. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട്, അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് നോക്കുന്നത്, അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്താ? ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ. അത് എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, അല്ലെ. അപ്പൊ ഈ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യുക, അതിനെ നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അത് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ, പേഷ്യന്റിനാണെങ്കിലും ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വിദ്യാഭ്യാസം, അല്ലെ, എഡ്യൂക്കേഷൻ നൽകുന്നതിനൊക്കെ പരിപാലിക്കുന്നതിനൊക്കെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കേട്ടോ. സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതും ഒക്കെ ആർക്കുടെ ഉത്തരവാദിത്ത? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഇൻഫെക്ഷനെ തടയാനും കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനും അത് പരിപാലിക്കുക, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുന്നതിനും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്, ലിയബിൾ ബാധ്യതയുണ്ട്. ഇനി അവർക്കുടെ ഒരു ചുമതലയാണത്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ നോക്കുക, ഇവിടെ ചോദിക്കാറുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തവര് ആരെല്ലാം? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില്, ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഇൻക്ലൂഡ് ചെയ്തവരാരെല്ലാം? പേരുകൾ നോക്കി ആരൊക്കെ വരുന്നുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില്? ചെയർപേഴ്സൺ വരുന്നുണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പർമാരുണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതുമായിട്ട് അനുബന്ധപ്പെട്ട ആളുകള്, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്, സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും പേരുകള് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നവരാണ്. പേര് പഠിക്കാലോ? പഠിക്കാൻ പാടില്ലേ? ആരൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലേ? അല്ലേ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ആണ്. ഓക്കെ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ആണ് ചെയർപേഴ്സൺ. ആ ചെയർപേഴ്സൺ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ നോക്കിയ സീനിയർ മെമ്പർ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ആരായിരിക്കും? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. ആരാണ് മെമ്പേഴ്സ്? മാനേജ്മെന്റിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആളുകളാണ് മെമ്പേഴ്സ്. നിങ്ങളും പല പല കമ്മിറ്റിയിലും മെമ്പർമാരായിരിക്കുമല്ലോ, അല്ലേ? പല കമ്മിറ്റിയിലെ മെമ്പർമാരൊക്കെ ഇല്ലേ? ഇതിനകത്ത് അംഗങ്ങളൊക്കെ ഇല്ലേ? മെമ്പേഴ്സ് ഇല്ലേ? ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ആരാണ്? പേഷ്യന്റ് ആണോ? ആരാണ്? മാനേജ്മെന്റിന് നിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ആകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആകാം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ആളുകള്, പ്രസക്തമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകള്. പിന്നെ സപ്പോർട്ട് സർവീസസ്, ഇതും കൂടി നോട്ട് ചെയ്തു കേട്ടോ. സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെടുന്നത് ഏത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ് സപ്പോർട്ട് സർവീസസ്. ഏതൊക്കെയാണ് ആ ഇൻക്ലൂഡ് ചെയ്യുന്ന സപ്പോർട്ട് സർവീസ്? ഓപ്പറേഷൻ തിയേറ്റർ, CSSD പഠിച്ചില്ലേ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേട്ടോ. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ഒക്കെ ഹോസ്പിറ്റലിലെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ കേട്ടോ.
ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ സർവീസ് ഇതൊക്കെ സപ്പോർട്ട് സർവീസ് ആട്ടോ ഹോസ്പിറ്റലിലെ. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു നമ്മള്, CSST നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി ഹൗസ് കീപ്പിംഗ് നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആട്ടോ, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, ദെൻ സ്റ്റോർ ഓഫീസർ or material department, materials management ആ ചാപ്റ്റർ നമുക്ക് തേർഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ള. സ്റ്റോർ ഓഫീസർ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാവരും ആരാണ്? ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെടുന്നവരാണ്. ആ രണ്ട് കാര്യം ആ ടേബിളിൽ നിന്ന് പഠിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന്, മെമ്പേഴ്സ് അല്ല, അതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാലും, പിന്നെ സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാലും എഴുതാൻ പാകത്തിന് ആ ടേബിളിൽ നിന്ന് പഠിച്ചിരിക്കാം. പിന്നെ വരുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും വരുന്നുണ്ട്. ക്ലിയർ ആയോ നോക്കിയേ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ക്ലിയർ ആണോ? ഇനി അത് ഇത്രേ ഉള്ളൂ. ആ ടേബിളിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആരാന്ന് ചോദിക്കാം, സപ്പോർട്ട് സർവീസിൽ വരുന്നത് ഏതൊക്കെയാന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെയുള്ള റോൾസ് ഒക്കെ മൊത്തം പോയിന്റ് ഇരുന്ന് കാണാതെ പഠിക്കണ്ട. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലിയബിൾ ഫോർ. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് എന്തൊക്കെ ബാധ്യതയുണ്ട്, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളാണ് കേട്ടോ. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, ടു ഓവർസീസ്. ഓവർസീസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. എന്തിനെയാ? കോർഡിനേറ്റ് all infection control activities to ensure an effective program. എന്തിനു വേണ്ടിയിട്ടാ? എന്ത് എൻഷുർ ചെയ്യാനാ? എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും, നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവിടെ സംഘടിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുകയും ഓവർസീസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്താ? ടു ഓവർസീസ്, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്. അത്രയും നോക്കിയാൽ മതി, അത്രയൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. രണ്ടാമത് നോക്കിയേ, ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രമാണ് കേട്ടോ. സാംക്രമിക രോഗശാസ്ത്രം, എപ്പിഡെമിയോളജി. എന്ത് ഓർഗനൈസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, ഒരു സാംക്രമിക രോഗശാസ്ത്രം അല്ലെ, അതിനെ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ. എന്താ? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്തുമായിട്ട് ബന്ധപ്പെട്ട? നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടി, ഈ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്താ? അപ്പൊ അതിനകത്ത് ഓരോ രോഗങ്ങളെ കുറിച്ച് അല്ലെ, ഏതൊക്കെ രോഗങ്ങള് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ, ആ ഡിസീസ് വരാതെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം, അതിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡുകൾ നോക്കാം, ഏതൊക്കെയാണ് അങ്ങനെയുള്ള രോഗങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ.
അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ, എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക. അതിന് ഇത്രയും മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ വിട്ടാൽ മതി. ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം. മൂന്നാമത്തെ നോക്കിയേ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി. ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തിനാ? ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ്, ഉപയോഗം സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടി, മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി, ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം അതിന് സൂപ്പർവൈസ് ചെയ്യുക, അല്ലെ? ആ പ്രോഗ്രാം സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ, ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാമുകള് സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കാം. മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന, വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. എന്താ പറഞ്ഞേക്കുന്ന? മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തുക, പേഷ്യന്റ് കെയർ പ്രാക്ടീസ് ഏതുമായിട്ടാ? ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. പേഷ്യന്റിന്റെ റിസ്കിന്, അപകട സാധ്യതയുടെ ലെവലിന് അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അർത്ഥമാക്കുന്നേ അവിടെ പേഷ്യന്റ് കെയർ പ്രാക്ടീസ്, രോഗി പരിചരണ രീതികള് ഈ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. എന്താ? നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അല്ലെ, ഈ പേഷ്യൻസിനെ നമുക്ക് എന്താ നോസോകോമിയൽ ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുന്നു, അല്ലെ? അങ്ങനെയുള്ള പരിപാടികൾ, സെമിനാർ സംഘടിപ്പിക്കുന്നു, ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പുകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കണം? അപ്പൊ പേഷ്യന്റിന് അവിടെ എന്താ പറയാ, അവിടെ രോഗം, അങ്ങനെയുള്ള ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രോഗം കൂടണോ കുറയണോ? എന്ത് ചെയ്യണം? അവിടെ ആ പേഷ്യന്റ് റിസ്ക് അവിടെ കൂടോ കുറയോ? രോഗം വരാനുള്ള അപകട സാധ്യത കൂടോ കുറയോ? ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ കൂടുതൽ സംഘടിപ്പിക്കുമ്പോഴൊക്കെ പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ളത് വരാനുള്ള ഒരു അപകട സാധ്യതയുടെ നിലവാരം കൂടോ കുറയോ? കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? പേഷ്യൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നതേ അത് കൂടോ കുറയോ? കുറയണം, അല്ലെ? ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുമ്പോൾ എന്താണ്? പേഷ്യൻസ് അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കിട്ടും അവർക്ക്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ള ഒരു അവയർനെസ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കുറയണം, അല്ലെ? അതിനെ നമുക്ക് എന്താ പറയാ, പേഷ്യൻസിന് ആ ഒരു അപകട സാധ്യതയുടെ നിലവാരം നമുക്ക് എന്താ പറയണം, ഇങ്ങനെയുള്ള ആ ഒരു അവയർനെസ് പ്രോഗ്രാംസുകൾ കിട്ടുന്നതോറും നമുക്ക് രോഗങ്ങൾ കുറഞ്ഞു തന്നെ വരണം, അല്ലെ? എങ്കിലല്ലേ അനുയോജ്യം. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു, ആളുകൾക്ക് വീണ്ടും നോസോകോമിയൽ ഇൻഫെക്ഷൻ കൂടി വന്ന കാര്യമില്ല, അല്ലെ? അപ്പൊ അത് രണ്ടും അപ്രോപ്രിയേറ്റ്, അതിന്റെ നിലവാരത്തിന് അനുയോജ്യമാണ്. കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന്റെ അനുസരിച്ച്, അവയർനെസ് ക്യാമ്പുകള് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നതിന്റെ അനുസരിച്ച് ആളുകൾക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ഇൻഫെക്ഷൻ കുറഞ്ഞു തന്നെ വരണം, അല്ലെ? എങ്കിലല്ലേ അതിനുള്ള കാര്യമുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിയേ, check the efficiency of the method of disinfection. ഡിസിൻഫെക്ഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ചെക്ക് ചെയ്യുക. ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ മെത്തേഡ്, അല്ലെ? നമ്മള് എന്താണ് നശീകരണം നടത്തുന്ന പല രീതികൾ, അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത.
ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ്. ആ ഡിസിൻഫെക്ഷൻ മെത്തേഡിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ഡിസിൻഫെക്ഷൻ നടത്തുന്നുണ്ടോ, അല്ലെ, എത്രത്തോളം അത് കാര്യക്ഷമമാണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് സ്റ്റെറിലൈസേഷൻ, അപ്പൊ നോക്കിയാൽ ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷന്റെ ഒക്കെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക, മെത്തേഡിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ ഡിസിൻഫെക്ഷൻ സിസ്റ്റം അതിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക. അതിന്റെ മെത്തേഡിന്റെ എഫിഷ്യൻസിയും ആ സിസ്റ്റത്തിന്റെ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും ചെക്ക് ചെയ്യുക. അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്തുക, അല്ലെ, അങ്ങനെയൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അടുത്ത് നോക്കി ആറാമത്തെ, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, taking part in development and the provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. കണ്ടോ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, taking part in the development of provision of teaching program. കണ്ടോ, ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ഈ ഹോസ്പിറ്റലിന്റെ ക്ലീൻനെസ് എന്ന് പറയുന്നത്. ആർക്കെ, മെഡിക്കൽ, നഴ്സിംഗ്, അസോസിയേറ്റഡ് ഹെൽത്ത്. ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസ് ആവട്ടെ, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ്, മറ്റുള്ള ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള്, അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള്, ഇവർക്കിടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാം. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രെയിനിങ്ങും ടീച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെ. ഇപ്പൊ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നഴ്സിംഗിന്റെ മെയിൻ കോളേജ്, നഴ്സിംഗ് കോളേജുകൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയുണ്ട്. അവരാദ്യം പഠിക്കും, അല്ലെ, നഴ്സിംഗ് പഠിച്ചതിന് ശേഷമാണ് അവർ ഈ ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെ. എക്സാം ഒക്കെ എഴുതി പാസ്സായിട്ടൊക്കെയാണ് അവർ ഇതിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്തും കൂടി ഉൾപ്പെടുത്തണം, ക്ലീൻനെസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അവര് കുറച്ചും കൂടി ശ്രദ്ധിക്കൂലേ. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കാണെങ്കിലും അവരുടെ ഇതിനകത്ത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റൽ ക്ലീൻനെസ് അതും കൂടി അതില് ഉൾപ്പെടുത്തണം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പൊ അവിടെ മെഡിക്കൽ, നഴ്സിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് പേഴ്സണൽസ്, മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, ഇവരുടെയൊക്കെ ഒരു എന്താണ് ആ ഒരു ടീച്ചിങ് പ്രോഗ്രാമില് ഈ ക്ലീൻനെസിന്റെ ഇമ്പോർട്ടൻസ്, അത് ഈ ക്ലീൻനെസ് കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ ഇപ്പൊ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവയർനെസ് ആയിരിക്കുമല്ലോ, അല്ലെ, എന്തൊക്കെ കാര്യങ്ങള്, അല്ലെ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ അത് നമ്മൾ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനാണെങ്കിലും, അല്ലെ, അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, ഇതെല്ലാം അവരുടെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. ഓക്കെ, ക്ലിയർ ആയോ? ആറാമത്തെ പോയിന്റ്, എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാട്ടോ. അവർക്കൂടെ ഒരു പ്രൊവിഷൻ, അവർക്കൂടെ ഒരു വ്യവസ്ഥ, അല്ലെ, അവർക്കൂടെ ആ ടീച്ചിങ്ങിന്റെ ആ ഭാഗമാക്കണം ഈ ക്ലീൻനെസ്. അപ്പൊ അതുകൂടി അവരെ ഉൾപ്പെടുത്തണം എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, വിദഗ്ധമായിട്ടുള്ള വിശകലനവും നേതൃത്വ സഹായവും നൽകുക. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഒക്കെ നൽകുക. അവരുടെ ഒരു മൂല്യ വിശകലനം, provide expert analysis and leadership assistance. Leadership എന്ന് വെച്ചാൽ നേതൃത്വ സഹായം. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ എങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡുകള്, രീതികള്, ഇതൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ്, ഒരു സഹായം കൊടുക്കാം. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. അങ്ങനെ 7 പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏകദേശം നമുക്ക് പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ അറിയാം, അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളില് ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, അല്ലെ. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി ഇതൊന്നും കൂടി പറയണോ? ക്ലിയർ ആണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോകാലോ.
പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണമെന്നുണ്ടോ അത്? വേണ്ട, ക്ലിയർ ആണ്. ഒന്ന് വായിച്ച ഏകദേശം എല്ലാവരും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അഥവാ ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞേക്കുന്ന എല്ലാ പോയിന്റ്സിലും ഉണ്ട്. അതുകൊണ്ട് ഓക്കെ ആണ് അല്ലെ. ഇനി അടുത്തതാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. ഈ ഒരു സെക്ഷൻ നമുക്ക് എക്സാമിന് ചോദിക്കില്ല കേട്ടോ. എക്സാമിന് ചോദിക്കുന്നതല്ല, പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ കൊറോണ വന്നപ്പോഴൊക്കെ എല്ലാവരും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. നോർമല് വെറുതെ നമ്മൾ കൈ കഴുകുന്നതിന് പകരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പൊ നിങ്ങൾ നല്ല ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് കോവിഡ് ഒക്കെ വന്നപ്പോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അവർക്ക് പ്രത്യേകം ഇത് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തും വരുന്ന ഒരു ഇതാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. എങ്ങനെ നമ്മൾ കൈ കഴുകണം. വെറുതെ ടാപ്പ് തുറന്ന് ഇത്രയും നാളൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു അല്ലെ. വെറുതെ ടാപ്പ് തുറന്ന് കൈ ഒന്ന് അടിയിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു നമ്മൾ. പക്ഷെ കോവിഡ് ഒക്കെ വന്നതോടുകൂടി നമ്മൾ കുറച്ചും കൂടി ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇത് ഹാൻഡ് വാഷിങ്ങിന്റെ ഇത്ര ഇമ്പോർട്ടൻസ്. അത് പല രീതി, പല തരത്തില്, പല രീതിയിൽ നമുക്കത് എന്താ പറയാ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും. അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോ വീഡിയോ ഓൺ ആക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഓൺ ആക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഡയറക്റ്റ് നിങ്ങളെ കാണാനുള്ള ഒരു അവസരം. ബാക്കിയൊക്കെ നിങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്. വീഡിയോ ഓഡിയോ ഒക്കെ ഓഫാണ്, ഞാൻ കാണുന്നില്ല. ഇപ്പൊ എനിക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് എന്റെ മുന്നിൽ ആയിരിക്കുന്നത്. അപ്പോ എന്താ പറയാ, ഒന്ന് ക്യാമറ ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ആരും ഓണാക്കുന്നില്ലേ? എന്നെ മാത്രല്ലേ നിങ്ങൾ എപ്പോഴും കാണുന്നേ, ഞാനും കാണട്ടെ നിങ്ങൾ ആരൊക്കെ ഇവിടെ ഇരിക്കുന്നേ എന്നുള്ളത്. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ് നമുക്ക്. ഓക്കെ, ഡോണ, വെരി ഗുഡ്. ഡോണ എന്ത് ചെയ്യും? ഡോണയുടെ എവിടെ പോയി? ഡോണ ഓണാക്കി കാര്യങ്ങളുണ്ടോ? ഇഷറ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കി വെക്കുക കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണ്ടല്ലോ ഇഷറ. ഓക്കെ, ഇനി ആരാ വന്നേ? റേഞ്ച് പ്രോബ്ലം ആണ്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഹാൻഡ് വാഷ് ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. എക്സാമിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കില്ല. പിന്നെ ആരൊക്കെയാണുണ്ടോ? പ്രിയങ്ക എന്നാണോ? പ്രിയ എന്ന് പറഞ്ഞിട്ടേ കാണുന്നുള്ളൂ. പ്രിയങ്ക ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചെയ്യാം നമുക്ക്. എന്നാ ഓണാക്കിയൊരു ഇരിക്കട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് തന്നേണ്ട് നിങ്ങൾക്ക്. ഒന്ന് നോക്കിയേ, കുറച്ച് പോയിന്റ്സ് ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. അതിന് താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. പുഷ്പയുടെ അടുത്ത് ഒരു കുഞ്ഞു വാവ ഇരിക്കണ്ടല്ലോ. കൊച്ചു പ്രശ്നം ഉണ്ടാക്കുവോ? കുഴപ്പമില്ല അല്ലെ, എന്നോട് ഇരുന്നോളൂല്ലേ. ഓക്കെ, കുറച്ച് നേരത്തേക്ക്, 2 മിനിറ്റത്തേക്ക് കുട്ടീനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന വീണൊന്നും വേണ്ട. പറ്റില്ലെങ്കിൽ ഓഫ് ചെയ്തോട്ടോ, പ്രശ്നമില്ല. ഞാൻ നിർബന്ധം പറയല്ല. പറ്റുന്നവര് ഓണാക്കാൻ പറ്റുന്നവര് ഒന്ന് ഓണാക്കി വെക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയാണേ. ഓക്കെ, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. അതിന് ആദ്യം തന്നേക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് താഴെ തന്നേക്കുന്ന കുറച്ച് പിക്ചറും ഉണ്ട്. അപ്പൊ ആ പിക്ചറില് ആ പോയിന്റിന്റെ കറക്റ്റ് ഇതല്ല പിക്ചറിൽ കൊടുത്തേക്കുന്ന നമ്പർ. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിനകത്ത് പോയിന്റ് നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്? എത്രയാ? 9 പോയിന്റ് ആണ്. പിക്ചറിൽ 11 എണ്ണം കൊടുത്തേക്കുന്നത്. അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് തന്നേക്കണ പോയിന്റ് അല്ല ആ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തേ, അതിനൊന്ന് നമ്പർ ഇട്ടേ. 1 2 3 ആ പിക്ചറിൽ നമ്മുടെ പോയിന്റ്സിന് ഒരു നമ്പർ ഇട്ട് വെക്കുക കേട്ടോ. 1 2 3 എന്ന് പറഞ്ഞാൽ 9 വരെ വരും. 9 1 2 3 4. എന്നിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ നമ്മുടെ അവിടെ എഴുതിയേക്കുന്നില്ലേ, അത് വായിച്ചിട്ട് ആ പിക്ചർ ഏതാന്നുള്ളത് പിക്ചറിൽ നിങ്ങളൊന്ന് നമ്പർ ഇട്ട് വെച്ചാൽ മതി. പിക്ചറിലെ നമ്പർ ഓൾറെഡി അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ആ പോയിന്റിന്റെ നമ്പറാണ് ഞാൻ പിക്ചറിൽ ഇടാൻ പറയാം.
അപ്പൊ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പൊ വേറെ ഒന്നുമില്ല, ആ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറും കൂടിയും അതിന്റെ കറക്റ്റ് പിക്ചറും കൂടിയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? adequate amount of solution we take in your hands. നമ്മുടെ കൈകളിൽ നമുക്ക് കൈ കഴുകാൻ പാകത്തിന് ആവശ്യത്തിനുള്ള സൊല്യൂഷൻ എടുക്കാം. സോപ്പ് സൊല്യൂഷൻ ഇല്ലേ, ലിക്വിഡ് ഇല്ലേ, അതെടുക്കാം. കയ്യിലെടുത്ത് പിടിച്ചോട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് അറിയില്ല, ഞാൻ എടുത്ത് പിടിച്ചേ. ഓക്കെ, ജസ്റ്റ് കയ്യിലൊന്ന് എടുക്കാം. പിള്ളേരെ എടുക്കണമല്ലോ എടുക്കണ്ട കേട്ടോ. ആ ലിക്വിഡ് ഫുള്ള് ഞെക്കി കയ്യിലേക്ക് ഒഴിക്കണ്ട, ആവശ്യത്തിന് മാത്രം. അവിടെ എഴുതിയിട്ടുണ്ട് adequate. അയ്യോ ഒഴിക്കണമെന്നില്ല, വെറുതെ നമുക്കൊന്ന് കളിച്ചാൽ മതി. ഇനിയിപ്പോ വെള്ളം എടുക്കാൻ പോണ്ടേ? വെള്ളം ഉണ്ട് അടുത്ത്, പ്രിയങ്കയുടെ അടുത്ത് വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പൊ നമുക്ക് കൈകളിലൊന്ന് ചെയ്യണത് പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. എന്റെ കയ്യിലില്ല ഇവിടെ ലിക്വിഡും വെള്ളമൊന്നും ഇല്ല കേട്ടോ, എന്റെ അടുത്തില്ല. അവിടെ അസിസ്റ്റന്റിന്റെ അടുത്തിരിക്കാണ്. വെള്ളം ഉണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇതിപ്പോ എക്സാമിന് വരില്ല, ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ തന്നേക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ, adequate amount of solution be taken in your hands. കയ്യിൽ നമ്മളെ കൈ കഴുകാൻ ആവശ്യത്തിനുള്ള സൊല്യൂഷൻ എടുക്കാം. അത് നിങ്ങൾ നോക്കിയേ, പിക്ചറിൽ ഒന്നൊന്ന് തന്നെ കിടക്കണേ, അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. പിക്ചറിൽ ഒന്ന് നോക്കിയേ. പ്രിയങ്ക കയ്യെ വന്നിരുന്നോ? ഓക്കെ, പ്രിന്റ് നോട്ട് എടുത്തോ കേട്ടോ. അതിലൊന്ന് ഞാൻ പറയുമ്പോ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേര് കേട്ടോ. ഓക്കെ, പിക്ചർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നെന്ന് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, ഒന്നെന്ന് തന്നെ കിടക്കുന്നത്. എന്താണ്? adequate amount of solution be taken in your hand. അത് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത് കേട്ടോ, ഒന്നാമത്തെ. ഇനി പിക്ചറിലുള്ളത് ജസ്റ്റ് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. ഇത് തന്നെ പറയുന്നത്. നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ, rub palm to palm with the fingers interlocked. rub palm to palm with the fingers interlocked. അതായത് അത് നാലാമത്തെ പിക്ചർ കണ്ടോ? നാലാമത്തെ പിക്ചറിൽ നിങ്ങൾ 2 നമ്പർ ഇട്ട് വെക്കുക കേട്ടോ. നമ്മുടെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റിന്റെ ആണ്. എങ്ങനെയാ? പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്, ഇന്റർലേസ്ഡ് ഇന്റർലോക്ഡ്. അത് രണ്ടും ഇതാണ്. എങ്ങനെയാ? തമ്മിൽ പിണയുന്ന രീതിയിൽ നമ്മുടെ ഫിംഗേഴ്സ് ഇല്ലേ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ തമ്മിൽ പിണയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് റബ്ബ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കണേ. ഒന്ന് ചെയ്തോ, വെറുതെ വേണമെങ്കിൽ ഒന്ന് ചെയ്തോ കേട്ടോ. സോപ്പും വെള്ളമൊന്നും എടുക്കണമെന്നില്ല, വെറുതെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. ഫിംഗേഴ്സ് ഇങ്ങനെ പരസ്പരം എന്താണ്? ഇന്റർലേസ്ഡ്, ഇന്റർലോക്ഡ്, പരസ്പരം ലോക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ പാം ഒന്ന് ഇതാക്കുക. ഓക്കെ, പാം ടു പാം, പാം ടു പാം. രണ്ട് കൈകളിലെയും ഫിംഗേഴ്സ് തമ്മിൽ പിണയുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, rub back of the fingers to opposing palm with the fingers interlaced or interlocked. Okay, rub back of the fingers. അത് നിങ്ങളുടെ അഞ്ചാമത്തെ പിക്ചറിലെ അവിടെ 3 നമ്പർ ഇട്ടോ കേട്ടോ. back of fingers to opposing palm with the fingers interlocked. കണ്ടോ? back of fingers കണ്ടത് ഇങ്ങനെ വെക്കുക നമ്മള്. ഓപ്പോസിറ്റ് പാം, ഓപ്പോസിറ്റ് ചെയ്തിട്ട്, അതായത് അഞ്ചാമത്തെ പിക്ചറിൽ കാണിച്ചേണ്ട ആ പടം അത് തന്നെയാണ്. അത് എങ്ങനെ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെയും ഇങ്ങനെയും നമ്മളൊന്ന് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത നോക്കിയേ, നാലാമത്തെ നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തം വിത്ത് ദ ലെഫ്റ്റ് തം ആൻഡ് വൈസ് വേഴ്സ. നാലാമത്തെ ആണ് കേട്ടോ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ പിക്ചറിൽ ആറാമത്തെ ആണ്. 6 എന്നുള്ളടത്ത് 4 എന്നിട്ട് വെച്ചോ. പിക്ചറില് 6, ആ പടത്തിൽ 6ാമത്തെ നമ്പർ നമ്മുടെ പോയിന്റില് 4ാമത്തെ ആണ്. അവിടെ 4 എന്നിട്ട് വെച്ചോ നിങ്ങൾ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ദ റൈറ്റ് തമ്പ്. കണ്ട തമ്പല്ലേ? ഇപ്പൊ ഇതാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യൂലേ, നമ്മളിങ്ങനെ തമ്പ് റൊട്ടേഷണൽ റബ്ബിംഗ് ചെയ്യാം. അതുപോലെ തിരിച്ചു. ഓക്കെ, നമ്മുടെ റൈറ്റ് തമ്പ് ആണെങ്കിൽ ഈ കൈ കൊണ്ട്, ലെഫ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് ലെഫ്റ്റ് തമ്പ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് റൊട്ടേഷണൽ റബ്ബ് ചെയ്യുക. ഓക്കെ, ശരി. അത് എത്രാമത്തെയാ? 6ാമത്തെ ആണ് 4. പ്രിയങ്ക നോട്ട് ചെയ്തിട്ടുണ്ടോ? കുട്ടിയുണ്ടോ അവിടെ? ഓടിപ്പോണ്ടല്ലോ. ഒന്ന് ഓക്കെ, കുഴപ്പമില്ല. 4ാമത്തെ കേട്ടോ.
ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ദ ക്ലാസ്ഡ് ഫിംഗേഴ്സ് ടു ദ റൈറ്റ് ഹാൻഡ് ഇൻ ദ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രിവൈസ്. കോൺട്രിവൈസ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുക നമ്മള്. റൊട്ടേഷണൽ റബ്ബിംഗ് നോക്കി, ഏഴാമത്തെ പിക്ചർ അത് 5 നമ്പർ ഇട്ടോ കേട്ടോ, പോയിന്റില് 5-മത്തെയാണ്. റൊട്ടേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല നമ്മള് റൊട്ടേഷണൽ റബ്ബിംഗ്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ വെക്കണം, ഇപ്പുറത്തെ കൈയിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. Okay, rotational rubbing backward and forward with the clasped fingers of the right hand in the left palm and counterwise. അതുപോലെ തന്നെ മെറ്റത് ചെയ്യുക. ലെഫ്റ്റ് കൈയില് റൈറ്റ് ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. റൈറ്റ് ഹാൻഡിൽ വരുമ്പോൾ ലെഫ്റ്റ് കൈയിലെ ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തിട്ട് റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ഫോർവേഡ് കണ്ട ഇത് ഡയറക്ഷനിൽ ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ നെക്സ്റ്റ്. അപ്പൊ അങ്ങനെ 5 പോയിന്റ് ആട്ടോ ആ കൊടുത്തേക്കുന്നത്. അതായത് പിക്ചറിലെ 5 എന്നുള്ളത് 3-മത്തെ പോയിന്റ്, പിക്ചറിലെ 6-മത്തെ 4-മത്തെ പോയിന്റ്, പിക്ചറിൽ കിടക്കുന്ന 7-മത്തെ 5-മത്തെ പോയിന്റ്. അങ്ങനെയാണ് കേട്ടോ. 3, 4, 5 5, 6, 7 5, 6, 7 എന്നുള്ളത് 3, 4, 5 നമ്മുടെ ആ എഴുതിയേക്കുന്നത് നോക്കിയിട്ടാ പറയുന്നത്, ആ പോയിന്റ് നോക്കിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി നോക്കിയേ അടുത്ത എന്താ, റബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ. നമ്മുടെ റിസ്റ്റ് കൈത്തണ്ട അതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, കൈത്തണ്ട 2 കൈയുടെ ഇങ്ങനെ റൊട്ടേഷണൽ റബ്ബിംഗ് ചെയ്യുക. ഇനി നോക്കിയേ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. സോറി അതിന് മുന്നുണ്ട് റബ് നെയിൽ ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. ഇനി നമ്മുടെ നെയിൽസ് ഒക്കെ ഇല്ലേ, അത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും കൊണ്ട് എന്ത് ചെയ്യുക, നെയില് റബ് ചെയ്യുക. നിങ്ങളും ചെയ്യാറുണ്ട് അല്ലെ, നെയിലൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ച് നെയിൽ പോളിഷ് ഒക്കെ എടുക്കുന്നവര് അല്ലെ, പോളിഷ് ഒക്കെ ഇടുന്നേക്കാളും മുന്നൊക്കെ കുളിച്ചു കഴിഞ്ഞാലും നെയില് പ്രത്യേകം ബ്രഷ് ഒക്കെ ഉപയോഗിച്ചൊക്കെ കഴുകി അല്ലെ സൂക്ഷിക്കും. എന്നിട്ട് നല്ല അടിപൊളി നെയിൽ പോളിഷ് ഒക്കെ ഇടും അല്ലെ. ഓക്കെ, അപ്പൊ അതങ്ങനെ നെയില് അതുപോലെ തന്നെ ചെയ്യാം. ഇനി നോക്കിയേ നെക്സ്റ്റ് എന്താ, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാം, നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. ഇനി നോക്കിയേ, ഇനി കൈ കഴുകിയതിനു ശേഷം ലാസ്റ്റ് ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. ടാപ്പില്ലേ നമ്മുടെ ടാപ്പ്, ആ കൈ കഴുകിയോണ്ട് പിന്നെ ആ ടാപ്പിൽ പിടിച്ച കാര്യമുണ്ടോ? അപ്പൊ ആ ടാപ്പിൽ വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വരൂലേ? അപ്പൊ അതുകൊണ്ട് അത്രയും സേഫ് ആയിട്ട് ഇത്രയും സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൈ കഴുകിയതിനു ശേഷം ടാപ്പ് പിന്നെ എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യണം? എങ്ങനെ പറഞ്ഞ എൽബോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കൈയുടെ മുട്ടില്ലേ, കൈയുടെ മുട്ട് വെച്ചിട്ട് എൽബോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ടാപ്പ് ക്ലോസ് ചെയ്യുക. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. എന്നിട്ട് നല്ല കർച്ചീഫ് ഉപയോഗിച്ചിട്ട് തന്നെ ഹാൻഡ്സ് തുടയ്ക്കുക കേട്ടോ, ഡ്രൈ ആക്കുക, കൊടുക്കുക, തുടച്ച് വെക്കുക. അപ്പൊ അത്രയാണ് ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്സ്. നിങ്ങൾക്ക് അതൊന്ന് നോട്ട് ചെയ്തത് കറക്റ്റ് ആയോ? നമ്മുടെ പോയിന്റ് പിക്ചറിലും നോട്ട് ചെയ്തത് പിക്ചറില് ഒന്നാമത്തത് കറക്റ്റ് തന്നെ, ഒന്നാമത്തെ പോയിന്റ് തന്നെ. പിന്നെ അടുത്തത് 4-മത്തെ പിക്ചർ ആണ് 2-മത്തത് എന്ന് പറഞ്ഞത്. നമ്മുടെ പോയിന്റ് 2, 5-മത്തത് 3, 6-മത്തത് പോയിന്റ്, 4-മത്തെ പോയിന്റ്, 7-മത്തത് 5-മത്തെ പോയിന്റ്. ക്ലിയർ ആക്കിയില്ലേ? ആർക്കെങ്കിലും അവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ഇന്ന് തം പഠിക്കുവോ ആരെങ്കിലൊക്കെ? ഓക്കെ ആവാ? ഓക്കെ, കറക്റ്റ് ആക്കിയല്ലേ. ഇനി നോക്കിയേ, ഇനി ആ പിക്ചർ കൂടി ഒന്ന് വേഗം വായിച്ചു പോകാം കേട്ടോ. പിക്ചറിൽ എന്താ പറഞ്ഞത്, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. കണ്ടോ, കൈ വെള്ളം ഉപയോഗിച്ചിട്ട് ഹാൻഡ് നനയ്ക്കുക, കൈ നനയ്ക്കുക. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. എല്ലാം നമ്മുടെ ഹാൻഡ് സർഫസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ സോപ്പ്, ആ ലിക്വിഡ് അപ്ലൈ ചെയ്യുക. റബ്ബ് ഹാൻഡ്സ് പാം ടു പാം. പാം ടു പാം വെച്ചിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ഹാൻഡ്സ് പാം ടു പാം. കണ്ടോ, ഇങ്ങനെ റബ്ബ് ചെയ്യുക. പിന്നെ അടുത്ത് പറഞ്ഞ റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ടോസം with the interlaced fingers and vice versa. ഇങ്ങനെ നമ്മൾ ടോസം എന്ന് പറഞ്ഞ പുറം ഭാഗം കേട്ടോ, നമ്മുടെ ഈ പാമിൽ ഇങ്ങനെ വെച്ചിട്ടേ നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെക്കണം. ആ കൈയുടെ പുറം വരുന്ന രീതിയിൽ ഇങ്ങനെ, അതുപോലെ ഈ കൈയിൽ അല്ല തിരിച്ച് ഇങ്ങനെ ചെയ്യുക. ഇതാണ് ആ 3-മത്തെ പിക്ചർ കാണിച്ചേക്കുന്നത്. പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെ ചെയ്യുന്നതെന്ന്. കണ്ടോ, റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോസം. കൈയുടെ ഇപ്പൊ നമുക്ക് ഏതാ റൈറ്റ്
കൈയ്യ് ലെഫ്റ്റ് ടോസം, ലെഫ്റ്റ് കൈയുടെ പുറം ഭാഗത്ത് വെക്കണം. അപ്പൊ ഇത് എന്റെ വലത് കൈയാണ് കണ്ടോ, അവിടെ ഞാൻ എന്റെ ഇടത് കൈയുടെ വെച്ചു. അതായത് വലത് കൈയുടെ പുറം ഭാഗത്ത് ഇടത് കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ അതുപോലെ തിരിച്ച് ഇങ്ങനെയും ചെയ്യുക. അടുത്തത് നോക്കിയേ, പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത രീതിയിൽ ഇങ്ങനെ ചെയ്യുക. ഇനി back of fingers to opposite palm with the fingers interlocked. കണ്ടോ, back of fingers ഇങ്ങനെ ചെയ്യുക. Then rotational rubbing of the left thumb close to right palm and vice versa. കണ്ടോ, rotational rubbing ആദ്യം നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെ. Okay. പിന്നെ അടുത്ത rotational rubbing backward and forward with the claws to fingers to the right hand in the left palm and vice versa. അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ. പിന്നെ അടുത്ത് റിൻസ് ഹാൻഡ് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പല രീതിയിലൂടെയൊക്കെ നമ്മൾ കൈ കഴുകിയിട്ട് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വാട്ടർ ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. ഡ്രൈ തറോലി വിത്ത് ദ സിംഗിൾ യൂസ് ടവൽ, ഒരു ടവൽ ഉപയോഗിച്ചിട്ട് കൈ നന്നായിട്ട് തുടയ്ക്കുക. പിന്നെ നോക്കിയേ, യൂസ് ടവൽ ടു ടേൺ ഓഫ് പോക്കറ്റ്. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ടാപ്പ് തന്നെയാണ് കേട്ടോ, ഫോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവലാണ് കേട്ടോ, ടവൽ തന്നെയാണ് മീനിങ് കേട്ടോ. യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോസെറ്റ്, ടാപ്പ് ഓഫ് ചെയ്യാനായിട്ട് ടവൽ ഉപയോഗിക്കാം, ടവൽ തന്നെ ഉപയോഗിക്കാം. യൂസ് ടവൽ ടു ടേൺ ഓഫ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ടാപ്പ് കേട്ടോ, ആ ടാപ്പ് ഓഫ് ചെയ്യാൻ. നമ്മൾ ആദ്യം നമ്മുടെ പോയിന്റിൽ നമ്മൾ പറഞ്ഞ എൽബോ ഉപയോഗിക്കാൻ പറഞ്ഞു അല്ലെ, കൈമുട്ട് ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ക്ലോസ് ചെയ്യാൻ. ഇവിടെ പറഞ്ഞേക്കുന്നത് ആ ടവൽ ഉപയോഗിച്ചിട്ട് തന്നെ ടാപ്പ് ക്ലോസ് ചെയ്യുക. നേരെ ഡയറക്റ്റ് പിടിക്കരുത്. നമ്മൾ ഇത്രയും നല്ല രീതിയിലൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വീണ്ടും ആ ടാപ്പിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയാ, കൈ ഡയറക്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ എൽബോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ടവൽ ഉപയോഗിച്ചിട്ടോ എന്ത് ചെയ്യുക, ടാപ്പ് ക്ലോസ് ചെയ്യുക. Then and your hands are safe. ഇത്രയും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് സേഫ് ആണ്, ക്ലിയർ ആണ്, എല്ലാ ജെംസ് പോയി ഓക്കെ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മോർച്ചറി സർവീസ് ആണ്. മോർച്ചറി സർവീസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. നെക്സ്റ്റ് ആണ് മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 10 ആണ് കേട്ടോ. ഷെയർ ചെയ്തേക്കുന്ന കാണുന്നില്ലേ സ്ക്രീൻ? കാണുന്നില്ലേ? മോർച്ചറി സർവീസ് ആരെങ്കിലും കേറിയിട്ടുണ്ടോ? മോർച്ചറിയിൽ കേറിയിട്ടുണ്ടോ? യെസ്, ഡോണ കേറിയിട്ടുണ്ട്, ആവണി കേറിയിട്ടുണ്ട്. എന്തിനാ കേറിയിട്ടുള്ളത്? ഇല്ല, ശരണ്യ കേറിയിട്ടില്ല. പേടിയുണ്ടോ മോർച്ചറി എന്ന് പറയുമ്പോ? ഇല്ല, എന്തിനാ അല്ലെ?
ഡ്യൂട്ടി ടൈമിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, രേഷ്മ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ മരിച്ച എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടും നമുക്ക് കയറാം. അപ്പൊ കുട്ടി പറഞ്ഞു ഡ്യൂട്ടി ടൈമിൽ കയറിയിട്ടുണ്ട് അല്ലെ. എന്തായാലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കുറച്ച് പേര് കയറിയിട്ടുണ്ട്, കുറച്ച് പേര് കയറാത്തവരുണ്ട്. ഞാൻ കയറിയിട്ടില്ല കേട്ടോ, ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. പുറത്തുനിന്ന് വന്നിട്ടേ ഉള്ളൂ, മോർച്ചറിയുടെ അകത്തേക്ക് ഇതുവരെ കയറിട്ട് വന്നിട്ടില്ല, കയറിയിട്ടില്ല. ഓക്കെ, നോക്കിയേ ഈ മോർച്ചറി സർവീസ്. എന്താ മോർച്ചറി? അവിടെ എന്താ മോർച്ചറി എന്ന് പറഞ്ഞോ? എന്താണ് മോർച്ചറി? എന്താ ഉള്ള മോർച്ചറി? എന്താ എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാതെ? എന്താണ്, എന്ത് കീപ്പ് ചെയ്യുന്നതാണ് അവിടെ? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നു അല്ലെ. ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. മോർച്ചറി സർവീസ്, മോർച്ചറി എന്ന് പറയുന്ന മറ്റു പേരാണ് ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം എന്നും പറയാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മോർച്ചറി, മോർച്ചറി, മോർച്ചറി സർവീസ്. മോർച്ചറി എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഡെഡ് ഹൗസ്, ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം. ഡെഡ് ആയിട്ടുള്ള റൂം, ഡെഡ് ആയിട്ടുള്ള ആളുകളെ സൂക്ഷിക്കുന്ന ഹൗസ്, അവർക്കുടെ വീട് അല്ലെങ്കിൽ റൂം. ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം എന്നൊക്കെയാണ് മോർച്ചറി അറിയപ്പെടുന്ന മറ്റു പേരുകൾ കേട്ടോ. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം, ജസ്റ്റ് ഒരു പാരഗ്രാഫ് നോക്കാം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിടാം. മോർച്ചറി ഈസ് ആൻ ഇൻഎവിറ്റബിൾ, ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ഭാഗമാണ്. ഇൻഎവിറ്റബിൾ പാർട്ട്, അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി. ഓക്കെ, ഓഫ് എവരി ഹോസ്പിറ്റൽ. എവിടത്തെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി. വേണ്ടേ? ഇപ്പൊ ഹോസ്പിറ്റലിലെ ആളുകൾ മരിച്ചു, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവര് റിലേറ്റീവ്സ് വന്ന് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുന്നവരേക്കും ആ മരിച്ച പേഷ്യന്റിന് ആ ബെഡിൽ തന്നെ ഇടാൻ പറ്റുമോ അല്ലെ? മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ റൂമിൽ മരിച്ചു അല്ലെങ്കിൽ വാർഡിൽ കിടന്ന് മരിച്ചു, അതിന്റെ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്ത് ബോഡി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്ന ടൈം വരേക്കും നമുക്ക് ബോഡി സൂക്ഷിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മള് ബോഡീസ് കീപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും, ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഉണ്ടാവുന്നില്ല എങ്കിലും എല്ലാ ഹോസ്പിറ്റലിലും തന്നെ എന്താണ് മോർച്ചറി വേണം. ഹോസ്പിറ്റലിന്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. It's an inevitable part of every hospital. It handle, ഇനി എന്താ അത് കൈകാര്യം ചെയ്യണേ? പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഡെഡ് ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് അല്ലെ, സൂക്ഷിച്ചു വെക്കല്ലേ അല്ലെ. ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യാണ്, അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. സോ ദാറ്റ് ദ ഫോറൻസിക് ക്ലിനീഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധർക്ക് അല്ലെ, ഓരോ ഡെഡ് ബോഡി എന്താ പറയാ ഒരാള് എന്തെങ്കിലും സൂയിസൈഡ് ആയിട്ടോ അല്ലെങ്കിൽ മർഡറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ മരിച്ചു, ഇനി അവർക്ക് കേസിന്റെ ഭാഗമായിട്ട് ഫോറൻസിക് വിദഗ്ധർക്ക് എന്ത് കാരണമാണ് മരിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ ആ ബോഡിയിൽ തെളിവെടുപ്പൊക്കെ നടത്തേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫോറൻസിക് ക്ലിനീഷ്യൻസ്, പത്തോളജിസ്റ്റ്, പത്തോളജിസ്റ്റ് വെച്ചാൽ ആരാണ്? ആരാണ് പത്തോളജിസ്റ്റ്? രോഗ നിർണ്ണയിക്കുന്നത് അല്ലെ, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ രോഗങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടറിന് മനസ്സിലാക്കാൻ, എന്ത് രോഗം മൂലം മരിച്ചേ അല്ലെങ്കിൽ നമുക്ക് എന്താണ് രോഗം, ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഈ ഫോറൻസിക് ക്ലിനീഷ്യൻസിനും പതോളജിസ്റ്റിനും ഒക്കെ ഈ ബോഡി നമുക്ക് നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്ന സ്ഥലമാണ്. അതോടെ ഇൻവെസ്റ്റിഗേറ്റ് ദ കോസ് ഓഫ് ഡെത്ത്, അവർക്ക് മരണത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെ, അല്ലെങ്കിൽ സയന്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനൊക്കെ ഈ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ബോഡി വെറുതെ കൊണ്ടുവന്ന് വരാണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ?
അല്ലെ? ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണം. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വരേക്കും ഒക്കെ നമുക്ക് ആ മോർച്ചറിയിൽ ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ? പോസ്റ്റ്മോർട്ടം റൂം ഉണ്ട്. അത് അവിടെ ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും റിലേറ്റീവ്സ് പറഞ്ഞ ഫോർമാലിറ്റി ഒക്കെ തീരുന്ന വരേക്കും ഒക്കെ ബോഡി കീപ്പ് ചെയ്യാൻ ഫോറൻസിക് എക്സ്പേർട്സിന് അവർക്ക് അല്ലെങ്കിൽ പത്തോളജിസ്റ്റിനൊക്കെ മരണത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടി ബോഡി കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. മോർച്ചറി അറിയപ്പെടുന്ന മറ്റു പേരേതാണ്? ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം. ക്ലിയർ ആയി ഇത്രയും കാര്യം? ഒരു പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് മാത്രം ഇൻട്രൊഡക്ഷനില്. ക്ലിയർ ആണോ? ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.